ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഒരുപാട് ആർഭാടമായിട്ടുള്ള രീതിയിൽ കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കല്യാണങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പാവപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയും, അതായത് ആ കല്യാണത്തിന്റെ അന്ന് ഭക്ഷണം വെക്കാനില്ലാതെയും ഒരു പവൻ പൊന്നു പോലും എടുക്കാൻ വഴിയില്ല, ഒരു തരി പൊന്നു പോലും എടുക്കാൻ വഴിയില്ലാതെ ഒരുപാട് പാവപ്പെട്ട ആളുകളൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട് അല്ലേ. ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന്റെ സമയത്തൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഓടി നടക്കുന്നതും, പിന്നെ ഒരു പവൻ സ്വർണം എടുക്കാനായിട്ട് ഓരോ വീടാന്തരം പോയിട്ട് ആളുകളുടെ അടുത്തൊക്കെ പൈസ ചോദിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടൊരു വ്യക്തി തന്നെയാണ് ഞാൻ കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഞാനും വീഡിയോ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ആയിട്ട് ചെയ്തു കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവനെ കൊണ്ട് ഇങ്ങനെ പറയും, അവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ പിന്നെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളിനി അടുത്തൊരു വീട്ടിലേക്ക് പോവുകയാണ് അല്ലെ, നമ്മുടെ അച്ഛനെയും അമ്മനെയും ഒക്കെ വിട്ട് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. ശരിക്കും അന്യനായ ഒരാളുടെ വീട് തന്നെയാണ്, നമ്മുടെ ബന്ധമോ അതുപോലെ നമ്മുടെ ബ്ലഡോ ഒന്നും അല്ല. എന്നിട്ട് നമ്മൾ വേറൊരാളുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അപ്പം വന്നു കയറിയവൾ ശരിയല്ല, അല്ലെങ്കിൽ വന്നു കയറിയവൾ ഒന്നും കൊണ്ടുവന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ചില വീടുകളിലാണെങ്കിൽ വന്നു കയറിയ മരുമക്കളെ പൊന്നുപോലെ നോക്കുന്ന വീട്ടുകാരെ കുറിച്ചും നമുക്കറിയാട്ടോ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു നിക്കാഹ് നടക്കുന്ന വേദിയിൽ ഒരു ഉസ്താദ് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടായി. അപ്പൊ ആ ഉസ്താദിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുത്തന്നൂർ തങ്ങളാണ്. അദ്ദേഹം ഒരു നിക്കാഹിന്റെ വേദിയിൽ വെച്ചിട്ട് വധുവിന്റെയും വരന്റെയും ബന്ധുമിത്രാദികളോടും അതുപോലെ വരനോടും ചേർത്ത് തന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പറയേണ്ട കാര്യങ്ങള് എവിടെയാണോ നമ്മൾ അവതരിപ്പിക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ പറയാനായിട്ട് അല്ലേ. അപ്പോൾ എന്ത് കല്യാണം ആയാലും ശരി, കല്യാണത്തിന് ഒരുപാട് ആളുകൾ ബന്ധുക്കൾ തന്നെ വന്ന് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവര് പരസ്പരം മനസ്സിലാക്കാനൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ നല്ലത് തന്നെയാണ്. എന്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനെക്കാട്ടിയും നല്ലത്, അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞു പോകുന്നതിനെക്കാട്ടിയും നല്ലത് ഒരു വേദിയിലിരുന്ന് ഒരാള് പച്ചയായ തുറന്ന സത്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും മനസ്സിൽ ഉണ്ടാവും, ശരിയാണ്, എനിക്ക് ഇങ്ങനെ ജീവിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളെ കൊണ്ടു നടക്കാമായിരുന്നു, അല്ലെങ്കിൽ മക്കളെ ഇങ്ങനെ വളർത്താമായിരുന്നു, അല്ലെങ്കിൽ വന്നു കയറിയ മക്കളെ സ്നേഹിക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ചിന്താഗതി വരും. ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ തന്നെ അതിന്റെ വിജയം എന്ന് പറയുന്നത് ആ സംസാരിച്ച വ്യക്തിക്കാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടുള്ളത്, ഒരു കല്യാണ സദസ്സില് കല്യാണ വേദിയിൽ തന്നെ എന്താ പറയാ, ഉസ്താദുമാര് വരും, അവരിങ്ങനെ കല്യാണത്തിന്റെ കർമ്മങ്ങളൊക്കെ നടത്തും, അത്രേ ഉള്ളൂ. പിന്നെ ഭക്ഷണം കഴിക്കും, പിന്നെ അവര് പോകും. പക്ഷെ ഈ മുത്തന്നൂർ തങ്ങൾ പറയുന്ന രീതിയിൽ ആരൊക്കെ എത്ര പേരൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വല്ലാതെ അങ്ങോട്ട് മനസ്സിൽ കൊണ്ടു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം വീഡിയോ കണ്ടിട്ട് വരാം. കാരണം ഒരു കുറച്ച് ഉണ്ട്. കാരണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുമ്പോഴും കാണുമ്പോഴുമാണ് നമുക്കത് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ആദ്യം വീഡിയോയിലേക്ക് കിടക്കാം. പറയുന്ന മോളെ, നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ ഞാൻ നോക്കാൻ റെഡിയാണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. ഇത് ഒരു ഇബാദത്താണ്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഒരു ഇബാദത്താണ്. ഇത് മസ്ജിദിൽ പറയേണ്ട കാര്യമല്ല. നല്ല സന്തോഷത്തോടെ ആണ് ഈ ഒരു ഇടപാട് നടക്കുന്നത്, ഒരു ഇടപാടാണ്. എന്നാൽ നിസ്കാരം ഇബാദത്താണ്. പക്ഷെ നിസ്കാരത്തിൽ ചിരിയും കളിയും തമാശയൊന്നുമില്ല. ഒരു പ്രത്യേകമായ സംഭാഷണമാണ്. ഹജ്ജ് മറ്റൊന്നാണ്. ഹജ്ജിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഹജ്ജിന് മിനായിൽ ജംറ എറിയാൻ 52 ഡിഗ്രി ചൂടത്താണ് 12 കിലോമീറ്റർ നടന്നത്. ഒരാൾ പറയാം, ഞാൻ ഇവിടെ തമ്പുപുത്രക്ക് എറിയില്ലാന്ന് പറ്റൂല, എറിഞ്ഞേ തീരോ, നടന്നേ തീരോ, അവർ രക്ഷയില്ല. സഫാ മറുവക്കടയിൽ നടക്കണം, കുറച്ച് ആ പച്ച കത്തിയതിന്റെ ഇടയിൽ ഒന്ന് സ്പീഡ് നടക്കണം. ഞാന് നടക്കൂലാൻ പറ്റൂല, അത് നടന്നേ പറ്റൂ. അത് മറ്റൊന്ന്, അവിടെ അടങ്ങിയിരിക്കേണ്ട സമയമല്ല, ഓടേണ്ട സമയം ഉണ്ടാവും, നടക്കേണ്ട സമയം ഉണ്ടാവും. ഇങ്ങനെ പ്രത്യേകമായ ഓരോ ഇബാദത്തുകൾക്കും പ്രത്യേകമായ രൂപങ്ങളുണ്ട്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇബാദത്താണ്. ഈ ഇബാദത്തിനെ
തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നിക്കാഹ് കഴിഞ്ഞിട്ടും ഇരു കുടുംബങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് സുന്ദരമായ രൂപത്തിലാണ് ഇവിടെ നിക്കാഹിന് ഖുത്ബ നിർവഹിച്ചു, പ്രാർത്ഥിച്ചു. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നവദമ്പതിമാർക്ക് നൽകിയ സുന്ദരമായ ഗിഫ്റ്റാണ്. ഈത്തപ്പഴമല്ല, അണ്ടിപ്പരിപ്പല്ല, മുന്തിരിയല്ല, റോസ്റ്റൊന്നുമില്ല. ഇതാണ് അവിടെ നൽകിയ വലിയ സുന്ദരമായ ഒരു ഗിഫ്റ്റ്. അതുകൊണ്ട് ഇതിന് ശേഷം ഈ ഒരു ഇബാദത്തിനെ തടസ്സപ്പെടുത്തുന്ന വല്ല അമലും ഇരു കുടുംബങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത്തഹിയാത്തിൽ ഉളുഹ് പോയതുപോലെയാണ്. പിന്നെ അങ്ങോട്ട് മടക്കി ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് സന്തോഷത്തിൽ കുടുംബ ജീവിതത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായാണ് പിന്നീട് നമ്മളെ കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയാണ്. പ്രിയപ്പെട്ട നഫീസുൽ മിസ്രിയുടെ മുമ്പിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് കടന്നു വരുന്ന ഷഹിൻസ ഇങ്ങനെയാവണം, അങ്ങനെയാവണം, ആ കാറിൽ പോകണം, ഈ കാറിൽ പോകണം, ആ ബുള്ളറ്റുമ പോകണം, ഈ ബുള്ളറ്റുമ പോകണം, ഐഫോൺ 16 വാങ്ങിത്തരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ നടന്നുകൊള്ളണം എന്നില്ല. എന്നതുപോലെ തന്നെ ഷഹിൻസയുടെ മുമ്പിലുമുണ്ട് എനിക്ക് വധുവായി കടന്നു വരുന്ന നഫീസുൽ മിസ്രിയെ ഇങ്ങനെയാവണം, അങ്ങനെയാവണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോളം മുമ്പിൽ ഉണ്ടാവും. ഇത് രണ്ടും പൂർണ്ണമായി നടക്കൂല. ഇനി എനിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കുറെ കോമ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോട് ചോദിച്ചാൽ മതി തങ്ങൾ പറഞ്ഞ മാതിരിയോ അതുപോലെ ആർക്ക് അങ്ങനത്തെ അങ്ങായി. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ്. ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ ഓള് പറഞ്ഞ പോലെ ആരെയാകണം, അവിടെയാണ് പലപ്പോഴും പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് തന്നെ അതെല്ലാം തീരാൻ കഴിയണം. ബഹുമാനപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുന്നാര മകളെ വിവാഹം കഴിക്കുന്നത് ആർക്കാണ്? അലി റളിയല്ലാഹു അൻഹു. ലോകത്ത് നടന്ന നിക്കാഹുകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ നിക്കാഹ് പ്രിയപ്പെട്ട മുത്തനബിയുടെ മോളതാണ്. ഇനി അതിലും വലുത പ്രൗഢമായ ഒരു നിക്കാഹ് നടക്കാനില്ല. സന്തോഷത്തോടുകൂടി അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി ജീവിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഫാത്തിമ ബീബിക്ക് ഗർഭിണിയായി. ഫാത്തിമ ബീബി ഗർഭിണിയായപ്പോ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഗർഭിണിയാകുമ്പോൾ 3 മാസത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ഒന്നിരിക്കൽ പച്ചമാങ്ങ വേണ്ടി വരും, പുളിയച്ചാറ് വേണ്ടി വരും, അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലത്തൊക്കെ. ഇപ്പൊ പിന്നെ അൽഫാമും ബ്രോസ്റ്റൊക്കെ ചോദിക്കാം. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി വിവാഹം കഴിച്ച ആ ഗർഭിണിയാകുന്ന സമയത്ത് അതൊന്നല്ല ചോദിച്ചത്, നല്ല ഈത്തപ്പഴം വേണം. ആ ഈത്തപ്പഴത്തിനൊരു നിബന്ധനയുണ്ട്, നല്ല തേനൊലിക്കുന്ന മധുരം വേണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ പുന്നാര മോള് ഫസ്റ്റ് ഒരു ഗർഭിണിയാകുമ്പോൾ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് എന്നേക്കും ഒരു പ്രയാസം വരും. ഏതായാലും ഈത്തപ്പഴം എല്ലാം കിട്ടുക നല്ല ചൂട് കാലത്താണ്. എല്ലാ ഈത്തപ്പഴങ്ങളും എല്ലാ സമയത്തും കിട്ടുകയില്ല. ഏതായാലും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ച് പോക്കറ്റിൽ നോക്കുമ്പോൾ പൈസ ഒന്നും കാണാനില്ല. ഉടനെ കയ്യിലുണ്ടാകുന്ന പടയെങ്കി പണയം വെച്ച് അതുകൊണ്ട് നല്ല ഈത്തപ്പഴം വാങ്ങി ഇങ്ങനെ വരികയാണ്. ടൗണിൽ വെച്ചുകൊണ്ടൊന്ന് സ്പീഡിൽ നടന്നപ്പോ കൂട്ടുകാരൻ ചോദിച്ചു, അലി എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്? സാധാരണ നടക്കുന്നത് പോലെയല്ലല്ലോ നടക്കുന്നത്. വീട്ടിൽ വല്ല അപകടങ്ങൾ സംഭവിച്ചോ? ഇല്ല, ഒന്നുമില്ല. എന്നാലും എന്തോ ഒന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല. എന്നാലും എന്തോ ഉണ്ട്. എന്റെ ഭാര്യ ഗർഭിണിയാണ്, എന്റെ ഭാര്യ ഗർഭിണിയാണ്. അതുകൊണ്ട് അവിടെ ഒരു ആഗ്രഹമുണ്ട്. അത് മുത്തനബിന്റെ മോളാണല്ലോ, ഈത്തപ്പഴം കൊണ്ടുവരാൻ. ഞാൻ ആ ഈത്തപ്പഴം കൊണ്ടുപോവുകയാണ്. ഉടനെ ഇവര് പറഞ്ഞു, അലി ഞങ്ങൾ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, ഈത്തപ്പഴം ഇങ്ങുതാ. ഉടനെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അത് കൊടുത്തു. ശൂന്യമായ കയ്യുമായി ഫാത്തിമ ബീവിയുടെ അടുക്കൽ എത്തുകയാണ്. നമ്മുടെ ഭാര്യമാരത്തേക്ക് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് കൊണ്ടകാതെ പോയാൽ അങ്ങനെ ഉണ്ടാവും, ഒരു ഡയലോഗ് ഉണ്ടാവും അല്ലേ? അല്ല, ഒപ്പം നിങ്ങളുടെ വരുമ്പോ തന്നെ കുറച്ച് മല്ലിച്ചപ്പം പൊതിനൊക്കെ കൊണ്ടുവരണം നിങ്ങളൊരു വരുന്നത്. വൈകുന്നേരം മറന്നുപോയാൽ നമ്മളെ ഭാര്യക്ക് ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിരുന്ന് വരുന്നത് പറഞ്ഞാൽ ഒക്കെ നിങ്ങൾ മറക്കും. നിങ്ങളെ വരിയുന്ന ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം റെഡിയാണ് എന്നൊക്കെ പറയും. ഡെയിലി ഓരോരുത്തർ കേൾക്കണമായതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് ഉച്ചക്ക് കേട്ടത് ഇവിടെ വെച്ചു കൊടുത്താൽ മതി. ഏതായാലും ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി ഒന്നും മിണ്ടിയില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി ഇങ്ങനെ വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല. സലാം പറഞ്ഞു, സലാം അടക്കി രണ്ടുപേരും അങ്ങനെ വീട്ടിലുണ്ടാകുന്ന ഇത്ര മനോഹരമായാണല്ലേ മുത്തനൂർ തങ്ങള് ആ ഒരു നിക്കാഹ് വേദിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് ഇത് പ്രചോദനമാവും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ മാക്സിമം ഈ വീഡിയോ എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ അങ്ങനെ പറയാറില്ല, പക്ഷെ നല്ല കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. നല്ലത് പറഞ്ഞ് നമ്മൾ ജീവിക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നല്ല രീതിയിൽ നമ്മളെ ജീവിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.